എന്താണ് ഇങ്ങനെ ആലോചിച്ചോണ്ട് നിക്കുന്നേ? വേഗം റെഡിയാവ്. ലയ, ഞാൻ പറഞ്ഞല്ലോ എല്ലാരും ഫാമിലി ആയിട്ട് വരുന്നേ. സോ എനിക്ക് അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞതാ. അതുകൊണ്ടാന്നേ നീ മോള് തിങ്സ് ഒക്കെ പാക്ക് ചെയ്ത് നിന്റെ ഡ്രസ്സും പാക്ക് ചെയ്ത് നിക്ക്. കാറ് വന്നോണ്ടേ നമുക്ക് പോവാം. ഷോ, ഇവളെ കൊണ്ട് നിനക്ക് ഡൈവേഴ്സ് വേണോ അതോ? ഭീഷണിപ്പെടുത്തിക്കേ? ഞാനോ? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂലയാ. റിക്വസ്റ്റ് ലയ, റിക്വസ്റ്റ്. ഞാൻ നിന്നോട് റിക്വസ്റ്റ് അല്ലേ ചെയ്യുന്നുള്ളൂ. ശരി, എന്നാ ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്യണില്ല. എന്നാ എന്റെ പൊന്നു ഭാര്യ വേഗം പോയിട്ട് റെഡി ആയിട്ട് കുഞ്ഞിനുള്ള തിങ്സും നിനക്കുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഒന്ന് റെഡി ആയിട്ട് നിക്കുവോ മുത്തേ? അപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. എന്നാ വേഗം റെഡി ആവ്. താഴത്ത് പ്രിയ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. പിന്നെ അവള് വരാതെ? അവള് എന്റെ ഓഫീസിലല്ലേ വർക്ക് ചെയ്യുന്നേ. എന്താ അവക്ക് മാരേജ് കഴിഞ്ഞില്ല. സോ സിംഗിൾ ആയിട്ട് പോണ്ടെന്ന് കരുതി നമ്മൾ കൂടെ വരാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാനും കൂട്ടി നിനക്കൊരു കൂട്ടാവല്ലോ. എന്താ ഭാര്യയെ എങ്ങനെ ആലോചിക്കുന്നേ? ഓ, കൂട്ടിന് പ്രിയനെ കിട്ടിയതിന്റെ സന്തോഷായിരിക്കും. എന്നാ വേഗം ചെല്ലേ. ഇതേ സന്തോഷത്തോടെ വേഗം പോയി റെഡി ആയിട്ട് വരാൻ നോക്ക്. ദിവസോ? നമ്മള് പോണതേ 2 ആഴ്ചത്തേക്കാ. അപ്പോ ഡൈവേഴ്സ്? എന്നാ ചെല്ലേ, നിന്റെ അനിയത്തിനോട് പറഞ്ഞിട്ട് വന്നേക്ക്. അവളെ കാര്യം ആലോചിക്കുമ്പോഴാ ഇന്നലെ അവളെ മാരേജ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞാന് അവളെ കൂടെ ഉണ്ടാവേണ്ട സമയാ. ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞാ അവൾ ആ കൂടെ ഒറ്റപ്പെട്ടു പോകത്തില്ലേ? അപ്പോ ജിമിൻ എന്തിനാ ഇവിടെ ഉള്ളത്? മാങ്ങ പറിക്കാനോ? അതൊക്കെ അവന്റെ ഭാര്യനെ അവൻ പൊന്നു പോലെ നോക്കിക്കോളും. ഇന്നലെ വരെ ലൂസിലിന്റെ അനിയത്തി മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് അവളെ ജിമിന്റെ വൈഫാ. സോ ഇനി അവളെ കെയർ ചെയ്യേണ്ടത് അവന്റെയും കൂടെ കടമയാ. അതുകൊണ്ട് തൽക്കാലം നീ ഇപ്പോ അതിനെ പറ്റി ടെൻഷൻ അടിക്കാണ്ട് വേഗം അവളോട് പറഞ്ഞിട്ട് വരാൻ നോക്ക്. ഞാൻ അപ്പത്തേക്കും മോളെ റെഡിയാക്കാം. പിന്നെ അല്ലാതെ എന്റെ ഓരോ ഹൃദയമിടിപ്പ് പോലും നീയാ, അറിയോ? എന്താ പറഞ്ഞേ? ഒന്നും കൂടെ പറഞ്ഞേ കേക്കട്ടെ. എന്ത്? കേട്ടില്ല, ഒന്നും കൂടെ. ലൂസി ലൂസി, വൺസ് മോർ. ലൂസി, നീ എന്തൊക്കെയായി പറയുന്നേ? ഡി, ഒരു മിനിറ്റ് നിന്നേ. എങ്ങോട്ടാ? അപ്പോ നിലത്ത് കടന്ന നിന്റെ പായ കാരെടുത്തു വെക്കും. എന്റെ കടക്കാൻ മാത്രം അറിയുള്ളോ? എടുത്തു വെക്കാൻ ഇനിയിപ്പോ വേറെ ആള് വേണോ? മര്യാദക്ക് അതെടുത്ത് വെച്ച് പോവാൻ നോക്ക്. ഓ, ഇനിയിപ്പോ ഇതിലെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലേ? ആ, നിന്റെ ചേച്ചി വരുമ്പം നിലത്ത് കിടക്കണ പായ കാണല്ലോ. സോ ഞാനും നീയുള്ള പ്രശ്നം അറിഞ്ഞിട്ട് ചേച്ചി വീട്ടുകാരോടൊക്കെ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യല്ലോ. അപ്പൊ പിന്നെ ഞാൻ നിന്നോട് ദേഷ്യമൊക്കെ മറന്ന് നിന്നെ സ്വീകരിക്കുന്ന വിചാരിച്ചോ? അതിനാണോ ഇത്രയും ചീപ്പായിട്ടുള്ള ഡ്രാമ കളിക്കുന്നേ? ആ, പിന്നെ ഡ്രാമ കളിക്കാൻ നിന്നെ കഴിഞ്ഞിട്ടല്ലേ ആളുള്ളൂ. ഞാൻ രാവിലെ എണീറ്റ ക്ഷീണത്തില് അതൊന്ന് മറന്നുപോയി. ഞാൻ എടുത്തു വെച്ചോളാം. പ്രശ്നം തീർന്നില്ലേ? ലൂസി, ലൂസി, എടാ ഡിസ്റ്റർബ് ആയോ? അയ്യോ, എന്താ ചേച്ചി ചോദിക്കുന്നേ? എനിക്കെന്താ ഡിസ്റ്റർബ്? അല്ല, ഡോറ് മുട്ടിയിട്ടും ഇത്ര നേരമായിട്ട് കണ്ടില്ലല്ലോ. ആടാ, നീ നല്ല ഉറക്കത്തിലായെന്ന് കരുതി. ഓൾറെഡി ഉറങ്ങായിരുന്നോ? അതെ ചേച്ചി, ഞാൻ ഉറങ്ങായിരുന്നു. ജിമിന ചേച്ചി വന്നെന്ന് പറഞ്ഞ് വിളിച്ചേ, അപ്പഴെണീച്ചേ. അതാ വൈകിയേ. അല്ല, ചേച്ചി രാവിലെ തന്നെ ഒരുങ്ങിയിട്ട് അങ്ങോട്ട്
ബുക്കിംഗ് അത്രേ. അതാ അത് മലേഷ്യയിൽ വെച്ചാ നടക്കണേന്ന്. അപ്പൊ പിന്നെ എന്തായാലും വൈഫിനെയും കുട്ടീനൊക്കെ കൂട്ടിക്കൊണ്ടുവരാനാ പറഞ്ഞിട്ടില്ലേ. അതാ ഞാന് വെന്നില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല. എന്തായാലും പോയേ പറ്റൂന്നാ പറയുന്നേ. അതാ ആണോ? അല്ല, 2 ആഴ്ചയൊക്കെ ഞാൻ ചേച്ചിനെ കാണാണ്ട് എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക്? എടി, നിന്റെ കല്യാണം കഴിഞ്ഞ് നീ അത് മറന്നോ? ഇപ്പൊ നിന്റെ കൂടെ നിന്റെ ജിമ്മില്ലേ? പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? അതാ എന്റെ ഏറ്റവും വലിയ പേടി തന്നെ. എന്താടാ എന്താ ആലോചിക്കുന്നേ? നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ജെയ്സിനോട് ഒന്നും കൂടെ സംസാരിച്ചു നോക്കട്ടെ? അതൊന്നും വേണ്ട ചേച്ചി, ജിം ഉണ്ടല്ലോ, ഞാൻ മാനേജ് ചെയ്തോളാം. ചേച്ചി എന്തായാലും പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരണേ. 2 ആഴ്ചയല്ലേ ലൂസി, കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ദാന്ന് പറഞ്ഞു പോയിക്കോളും. പിന്നെ ഞാൻ പോണെന്ന് കരുതി നേരത്തിന് ഫുഡ് അവോയ്ഡ് ചെയ്ത് വെറുതെ തേരാ പറയാൻ നടക്കല്ലേ. മര്യാദയ്ക്ക് ഫുഡ് കഴിക്കേ, അല്ലെങ്കിൽ തന്നെ ഈ മാരേജിന്റെ തിരക്കില് മര്യാദയ്ക്ക് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കാൻ പാഞ്ഞാല് ആ കൂടെ ക്ഷീണിച്ച പോലെയാ. മര്യാദയ്ക്ക് നേരത്തിന് ഭക്ഷണം കഴിക്കേണ്ടേ? ആ ഓക്കെ ചേച്ചി. പിന്നെ ജിമ്മിന്റെ അമ്മ എന്തെങ്കിലും പറയുവാണെങ്കിൽ നീ അത് മൈൻഡ് ആക്കാൻ പോണ്ട. നിനക്ക് അവരുടെ സ്വഭാവം അറിയണതല്ലേ. ആ ഓക്കെ ചേച്ചി. എന്നാ ശരി ലൂസി, ചേച്ചി പോയിട്ട് വരാട്ടോ. ഓക്കെ ലയ, എന്തായാലും അവിടെ എത്തിയാ വിളിക്കാൻ മറക്കല്ലേ. നിശക്കുട്ടീനെ നല്ലോണം നോക്കിക്കോണ്ടേ. ആടേ, എന്നാ ചേച്ചി പോയിട്ട് വരട്ടെ. ജിമ്മിനോട് പറഞ്ഞേക്കേണ്ടിട്ടോ. ആ ഓക്കെ ചേച്ചി, ഞാൻ പറഞ്ഞോളാം. ചേച്ചി ചെല്ലേ, നോക്കി പോട്ടോ. ശരിടേ, എന്നാ നീ പോയി കടന്നോ. തേജ, ഇതെന്താ കാൽ തന്നെ ജിമ്മിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നേ? എന്താ കാര്യം? അതെ പിന്നെ നീ ഇന്നലെ എന്താ പറഞ്ഞേ? വെറുപ്പൊക്കെ മാറി സ്നേഹമാവാൻ ഒരുപാട് സമയം എടുക്കത്തില്ലെന്നല്ലേ. സോ നിനക്ക് ജിമ്മിന്റെ വെറുപ്പിന്റെ എത്രത്തോളം കാണിച്ചു തരണേ. അത് മാത്രല്ല, ജിമ്മിനും ലൂസിയും എങ്ങനെയാ എലിയും പുലിയായിട്ട് നിൽക്കണെന്ന് നിനക്ക് അറിയണല്ലോ. സോ അത് കാണിക്കാനോ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? ഓ അത് ശരി, ഞാൻ കരുതി വേറെ എന്തോ ആണെന്ന്. അത് മാത്രല്ല, ജിമ്മിനെ എന്തൊരു കാരണമില്ലാതെ കാണാൻ പോയാ അവൻ തെറ്റിദ്ധരിക്കത്തില്ലേ? പിന്നെ എന്റെ പ്ലാനൊക്കെ ഒന്ന് ഫ്ലോപ്പ് ആകും. സോ അതുകൊണ്ടാ നിന്നെ കൂട്ടി വന്നേ. ഒറ്റയ്ക്ക് വരുവാണെങ്കിൽ അവർക്ക് എന്തായാലും മനസ്സിലാവും. ഇതിപ്പോ നീയും കൂടെ ഉള്ളതുകൊണ്ടേ അവന് ഒരു സംശയം തോന്നത്തില്ല. എന്തോ എല്ലാം നല്ലതിനായാ മതി. ഇനിയൊക്കെ നടക്കാൻ പോണതൊക്കെ നല്ലത് മാത്രമായിരിക്കും ജോഹി. കാരണം ജിമിന് എന്റേതാവാനേ ഇനി ഒരുപാട് നാളൊന്നും വേണ്ട. ഞാനേ ഓരോ ദിവസം ഇനി എന്നെ കാത്തിരിക്കും ജിമിന് എന്റേതായി മാറുന്നത് വരെ. ഈ ജന്മൊന്നും ലൂസിനെ ജിമിൻ സ്വീകരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നിനക്കതൊക്കെ നേരിട്ട് തന്നെ കാണിച്ചു തരാം. വെറുതെ ഡയലോഗ് അടിച്ചെന്തിനാ സമയം വേസ്റ്റ് ചെയ്യുന്നേ? ലൂസിയാണോ ഞാനാണോ ഇമ്പോർട്ടന്റ് എന്നേ നിനക്ക് ഇപ്പൊ കാണിച്ചു തരാം. മോളെ ലൂസി. ആ വന്ന ലൂസി. അല്ല, ജിമിൻ എണീച്ചോ? അവൻ എണീക്കുവാണെങ്കിൽ ഒന്ന് ഓഫീസിലേക്ക് വരാൻ പറയണ്ടിട്ടോ. അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എന്നാ ശരി മോളെ, എനിക്ക് ഓഫീസിൽ പോകാനുണ്ട്. ഞാൻ ഇറങ്ങുവാണേ. എന്താ മോളെ? ഓ, നിന്റെ അമ്മായിമ്മയോ? അവള് രാവിലെ തന്നെ ഏതെങ്കിലും വുമൺ ക്ലബിന്റെ മീറ്റിംഗിനെങ്ങാനും പോയിട്ടുണ്ടാവും. എന്തായാലും ഇനി വൈകുന്നേരം നോക്കിയാ മതി. ആ പിന്നെ കുറച്ച് കഴിഞ്ഞാ ജിസേല് വരൂട്ടോ. ജിമിന്റെ സിസ്റ്റർ. അവൾ ഇന്ന് കാലത്തെ എയർപോർട്ടിൽ എത്തിന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു. മാരേജിനൊന്നും കൂടാൻ പറ്റിയില്ലല്ലോ. അതാ ഇപ്പോഴാണെങ്കിൽ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇവിടേക്ക് തന്നെ സെറ്റിൽ ആവാൻ വന്നതാ. ഇനിയിപ്പോ പോകത്തൊന്നും ഉണ്ടാവത്തില്ല. എനിക്ക് പുറത്തു പോകേണ്ട സാഹചര്യം വന്ന് അതാ നോക്കാൻ പറ്റാഞ്ഞേ. എന്തായാലും അവള് വന്നു കഴിഞ്ഞാ ഒന്ന് നോക്കിക്കൊണ്ടിട്ടോ. എന്നാ ശരി മോളെ. എനിക്കെന്താ സുഖമായിട്ടിരിക്കുന്നേ? അല്ല, സംസാരത്തില് ആ സുഖം പോരില്ല ലൂസി. എന്തേ, എന്ത് പറ്റി? വീട്ടിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഓ, പറയും പോലെ ജിമ്മിന്റെ മമ്മിക്ക് നിന്നെ കണ്ണെടുത്താ കണ്ടുടല്ലോ. രാവിലെ തന്നെ അമ്മായിമ്മ പോര് നടന്നോ? ഹേ, അങ്ങനൊന്നുമില്ല ലൂസി. എനിക്കറിയാം നിനക്ക് എല്ലാ സത്യങ്ങളും അറിയാന്ന്. ആക്ച്വലി ഇത് ഞാൻ ജീവിക്കേണ്ട ലൈഫാ. ബട്ട് ജിം എന്തോ നിന്നോടുള്ള പക വീട്ടണമെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ എടുത്തോ പിടിച്ചെന്ന് പറഞ്ഞ് ഓരോ തീരുമാനങ്ങൾ എടുത്തു. സോ എനിക്ക് ഇതിലൊന്നും പറയാൻ പറ്റില്ല. പ്ലീസ് നീ എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കൂലേ? നിനക്ക് അറിയാലോ ലൂസി, എനിക്ക് എന്റെ ജിമ്മില്ലാണ്ട് പറ്റത്തില്ലെന്ന്. അവനില്ലാതെ ഞാൻ വെറും ഒരു ശവമാണ് ലൂസി. സോ എന്റെ ജീവിതം ഇപ്പോ നിന്റെ കയ്യിലുള്ളത്. നിനക്കെന്നെ അറിയാന്ന് വിചാരിക്കുന്നേ? ജിം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറും ഏറിപ്പോയ ഒരു 1 ഇയറിനുള്ളില് നിങ്ങൾക്ക് ഡൈവേഴ്സ് നടക്കുന്ന അവൻ എനിക്ക് തന്ന വാക്കാ. പക്ഷേ അതിന്റെ ഉള്ളില് നീ ജിമ്മിനെ. വീട്ടില് മമ്മിയും പപ്പിയും ഇല്ല. അതേപോലെ ലയ ജെയ്സനും മലേഷ്യയിലേക്ക് പോയതാ. ഞാൻ അവള് മാത്രല്ലേ ഉള്ളൂ. ഇവളിപ്പോ ആരോടാ ഈ സംസാരിക്കുന്നേ? തേജ ജിമ്മ് വരുന്നുണ്ട്. എന്താ ലൂസി, എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല, ജിമ്മ് ഇത്രയൊക്കെ എണീച്ചില്ലേ? നോക്ക് തേജ, ജിം നിന്റെയാ. അതില് ഒരു മാറ്റമില്ല.
ഇവളെ കൊണ്ട് എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നേ? കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം തികഞ്ഞില്ല, അപ്പത്തേക്കും എന്നെ വേറൊരുത്തിക്ക് പങ്കിടാൻ നിക്കണേ. അല്ല, യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾക്കാണല്ലോ അവള് സ്നേഹിക്കുന്ന ആളെ ബാക്കി ഒരാൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്തെ. ഇവളെന്നെ സ്നേഹിച്ചതല്ലല്ലോ, എന്നെ പറ്റിച്ചതല്ലേ, വഞ്ചിച്ചതല്ലേ. അപ്പൊ പിന്നെ ഇതല്ല, ഇതിനപ്പുറം വേണമെങ്കിലും പറയാലോ. അല്ല, എന്റെ ലൈഫിലെ തീരുമാനം എടുക്കാൻ ഇവളാരാ? ഞാൻ ഇവക്ക് അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടോ? അല്ല, ഞാനെന്താ റോഡിൽ വിൽക്കുന്ന കളിപ്പാവയോ ഓരോരുത്തർക്കും എഴുത്തു വാരി കൊടുക്കാനേ? ഫസ്റ്റ് ഇവൾ എന്ത് അധികാരത്തിലാ തേജയ്ക്ക് ഈ വാക്ക് കൊടുക്കുന്നേ? ഞാൻ ഇവളോട് എന്നെ 1000 വട്ടം പറഞ്ഞതാ, ഞാൻ എന്റെ കണ്ണോണ്ട് തേജൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ലെന്ന്. പിന്നെ എന്തർത്ഥത്തിലാ, എത്ര ചീപ്പായിട്ടാ അതും ആ ജൂഹിന്റെ മുന്നിൽ വെച്ച് അവള് പറയുന്നേ? നിക്കടി, ഇപ്പൊ ശരിയാക്കി തരാം ഞാനേ. അയ്യോ ലൂസി, നീ എന്നെ തെറ്റിദ്ധരിച്ചെന്നാ തോന്നുന്നേ. ഞാൻ നിന്നെ ഇപ്പൊ വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാ. മാരേജിന്റെ സമയത്ത് എനിക്ക് നിന്നോട് ശരിക്കും സംസാരിക്കാൻ പറ്റില്ല. അതാ ഇന്ന് നിന്നെ കണ്ടിട്ട് വിഷ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു വന്നതാ. നീ എന്തൊക്കെയാ ഈ സംസാരിക്കുന്നേ? നീ എന്താ കാണിക്കുന്നേ? എന്താ ബേബി, എന്നോടൊരു വാക്ക് പോലും പറയാണ്ട് നീ ഇങ്ങനെ എണീച്ചു പോന്നേ? നീ എന്താ കാണിക്കുന്നേ? വീട് ജീം. എന്താ ബേബി, എന്നോട് പിണങ്ങിയോ? എന്ത് ബേബിയോ? തേജ, നിന്റെ ജീവിതം ഗോവിന്ദ. ജൂഹി അല്ല അത് പിന്നെ ജീം, ഇപ്പൊ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നേ? ഒന്ന് കൈയെടുക്ക് ജീം. നിനക്ക് നിന്റെ ചേച്ചിന്റെ കൂടെ നിക്കണോ അതോ? അത് പിന്നെ എന്താ ലൂസി, ഇതിനൊക്കെ ആരെങ്കിലും പിണങ്ങോ? നോക്ക് തേജ, നീ തന്നെ പറഞ്ഞേ ഇന്നലെ മാരേജ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. നോക്ക്, ഇന്ന് തന്നെ അവക്ക് കോളേജിലേക്ക് പോണോ അത്രേ. നീ തന്നെ പറഞ്ഞ തേജ, ഇന്നലെ മാരേജ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങള് ഹണിമൂണ് പോണ ടൈമല്ലേ. ഇപ്പൊ പിന്നെ കോളേജിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ? അത് പറഞ്ഞപ്പോഴത്തേക്കും ഇവളെന്നോട് പിണങ്ങിന്നേ. പിന്നെ മാരേജ് കഴിഞ്ഞ കപ്പിൾസ് ഹണിമൂണ് പോണ്ട് പിന്നെ മീൻ പിടിക്കാൻ പോവാ എന്റെ തേജ. അത് പിന്നെ അവളിപ്പോ കോളേജിലേക്ക് പോണെന്ന് പറഞ്ഞില്ലെന്താ തെറ്റ്? എക്സാം ഒക്കെ നടന്നു കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ റിസൾട്ട് അറിയണ്ടേ? അതാ. നോക്ക് തേജ, അവളിപ്പോൾ ആരാ? മഹേഷ് ഓബ്രായന്റെ മരുമകളാ, പോരാത്തതിന് ജിമിൻ ഓബ്രായന്റെ വൈഫും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ കോളേജ് തന്നെ ഇപ്പൊ ഇവളതല്ലേ. അപ്പോ ഇവള് കോളേജിൽ പോയിരുന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവള് വിചാരിച്ച കോളേജ് തന്നെ അങ്ങ് വീട്ടിലെത്തിക്കാൻ പറ്റത്തില്ലേ? അത് പിന്നെ അപ്പോ ഞാൻ പറഞ്ഞാൽ എന്തൊരു തെറ്റുണ്ടോ? ഇപ്പൊ മാരേജ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇനിയിപ്പോ ഹണിമൂണും ട്രിപ്പും അങ്ങനെ എത്ര കാര്യങ്ങൾ കിടക്കുന്നേ. ഇപ്പൊ തന്നെ കോളേജിലേക്ക് പോണെന്ന് വാശി പിടിച്ചാൽ എങ്ങനെ? അപ്പൊ പിന്നെ ഈ കാര്യത്തിലൊക്കെ പിണങ്ങിയ ഞാൻ എന്താ ചെയ്യാ? ഒന്നല്ലെങ്കിലും ഇവിടെ നിന്റെ ഫ്രണ്ട് അല്ലേ, നീയെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണ്ടേ തേജ? എന്നെ കാണുമ്പോ നിനക്ക് എന്താ ജീം തോന്നുന്നേ? എന്നാലും ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അല്ല, ഇന്നലെ മണ്ഡപത്തിൽ വെച്ച് രണ്ടും എലിയും പുലിയായിട്ട് നിന്നതല്ലേ? പിന്നെന്താ ഇവനിപ്പോ ഇവളോട് ഇങ്ങനെ കൊഞ്ചുന്നേ? ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ, ഈ വെറുപ്പൊക്കെ ഉരുകി തരാൻ അതിന് മാത്രം സമയം പിടിക്കത്തില്ലെന്ന്. നോക്കിയേ, 24 മണിക്കൂർ പോലും ആയിട്ടില്ല, അപ്പത്തേക്കും അവര് തമ്മിൽ ഒന്നിച്ചു. അങ്ങനെ നടക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഇതിലെന്തോ, ഇതിന് പിന്നിൽ എന്തോ ഉണ്ട്. ജീം ഇങ്ങനെയല്ല, ലൂസി ഇങ്ങനെയല്ല. അവളിപ്പോ എനിക്ക് വാക്ക് തന്നത് നീ എടുക്കും കേട്ടതല്ലേ? ഇതിലെന്തോ ഒന്നുണ്ട്. ഞാനത് കണ്ടുപിടിക്കട്ടെ, ഇന്നവിടുന്ന് പോകത്തില്ല. നോക്കിക്കോ. ഇവിടെ നിന്ന് ചമ്മി നാറി പോണെന്നാണ് നിന്റെ വിധിയെങ്കിൽ ഞാനൊന്നും പറയാനില്ല. തേജ, നീ ഒന്നും വിചാരിക്കല്ലേ, ഒരു 2 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യോ? എന്തിനാ ജീം? അല്ല, നീ എവിടെ പോവാ? അതെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ബേബിയെ എന്നോട് പിണങ്ങിയിരിക്കുവാ. അവളൊന്ന് കോംപ്രമൈസ് ആക്കട്ടെ, അതുവരെ ഒരു 2 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യണേ. ജീം, അത് പിന്നെ ഞാനേ നിന്നോട് കാര്യം പറയാൻ. ആരെയൊക്കെ പിന്നെയും പറയാലോ തേജ. ഞാനിപ്പോ എന്റെ ബേബിനെ കോംപ്രമൈസ് ആക്കിയില്ലെങ്കിലേ അവൾ എന്നോട് പിണങ്ങും, പിന്നെ എനിക്കത് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാ നീ ഇവിടെ വെയിറ്റ് ചെയ്യട്ടോ. ബേബി വാ, നമുക്ക് റൂമിൽ പോവാം. ബേബി നിന്നോട് വരാനാ പറഞ്ഞേ. ഓ, കണ്ടോ തേജ, അവൻ വിളിച്ചപ്പോഴത്തേക്കും അവളൊന്ന് പോയ കണ്ടോ? ഇതില് സംശയിക്കാൻ ഒന്നുമില്ല. അവരെ വെറുപ്പൊക്കെ അലിഞ്ഞു തീർന്നേ, അവരൊന്നായി, അത്രേ ഉള്ളൂ. ഇനി നിന്റെ കാര്യം കേട്ടാ പോകാം. ജൂഹി, അല്ലെങ്കിൽ തന്നെ എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട്. നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാണ്ടിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ ഇതിന് പിന്നിൽ എന്തോ ഉണ്ട്. ജിം വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. നിന്നെ ഇറിറ്റേറ്റ് ചെയ്യാനോ? നിന്നെ ഇറിറ്റേറ്റ് ചെയ്ത് അവർക്കെന്ത് കിട്ടാനാ? അത് പിന്നെ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് ഉറപ്പാ, ഇന്നലെ അവര് ഇട്ട ഫൈറ്റ് എന്ന് പറഞ്ഞാ നിനക്ക് അറിയാഞ്ഞിട്ടാ. രണ്ടുപേരും പരസ്പരം വെറുപ്പായിരുന്നു കാണിച്ചോണ്ടിരുന്നേ. ഒരു ദിവസം കൊണ്ട്, ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ അതൊക്കെ മാറി മറിയും? എനിക്കെന്തോ ഇതിലെന്തോ ഉണ്ടെന്ന് തോന്നുന്നേ. അതുകൊണ്ടേ നീ തൽക്കാലം നിന്റെ വായും പൂട്ടി കുറച്ചേരം വെയിറ്റ് ചെയ്യ്. ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞേ. തൽക്കാലേ ഈ ഫ്രണ്ട് കുറച്ചേരം ആ വാ ഒന്ന് അടച്ചിരുന്നാ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കേ, നിന്റെ ഇഷ്ടം. ജീം, കയ്യൊന്ന് വിട് ജീം, നിന്നോട് വിടാനാ പറഞ്ഞേ. നിന്നോട് വരാനാ പറഞ്ഞേ. നീ വിളിച്ചാ വരാൻ ഞാൻ നിന്റെ ആരാ? കയ്യൊന്ന് വിട് ജീം.
ഞാൻ നിന്റെ ആരാന്ന് നിനക്കറിയില്ലേ? എന്നോടുള്ള പക വീട്ടാണെന്ന് പറഞ്ഞ് എന്റെ കൈത്തില് താലിന്ന് പറയണ തൂക്കുകയറ് കെട്ടിയ ആള്. ലൂസി! എന്തേ സത്യം പറയുമ്പോ നിനക്ക് പൊള്ളുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ അനുഭവിക്കണ എനിക്ക്? നിന്റെ ഡ്രാമ കണ്ട് മയങ്ങാനല്ല ഞാനിപ്പോ നിന്നെ വിളിച്ചേ. ഇങ്ങോട്ട് വാ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. എന്ത് കാര്യം? ഇനി നമ്മൾ തമ്മില് എന്ത് കാര്യം സംസാരിക്കാനുള്ളത്? സംസാരിക്കാനുള്ളതൊക്കെ ഇന്നലെ തന്നെ സംസാരിച്ചു കഴിഞ്ഞില്ലേ? പിന്നെന്താ? ലൂസി, ഞാനിപ്പോ നിന്നോട് നല്ല മര്യാദയ്ക്കല്ലേ സംസാരിക്കുന്നേ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓയിനെ വിളിക്കുന്നേ, അല്ലാണ്ട് നിന്നെ പിടിച്ച് തിന്നാ തന്നില്ല. ഒന്ന് വരാൻ നോക്കട്ടെ ലൂസി. അതന്നെ ചോദിക്കുന്നേ, എന്ത് കാര്യം? ഷോ, ഒച്ച എടുക്കണ്ടെന്ന് വിചാരിക്കുമ്പോ നീ എന്നോട് എന്തിനോട് ഇങ്ങനെ ഒച്ച എടുപ്പിക്കുന്നേ? എന്തേ തേജയും ജൂഹിയൊക്കെ എല്ലാം അറിയണമെന്നാണോ? ഇനി അവക്ക് എന്താ അറിയാനാ? അവക്കെല്ലാം അറിയാലോ. പിന്നെന്താ? നിന്നോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ശരിയാവത്തില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. എന്താ ജിം? എന്താ നിന്റെ പ്രശ്നം? ഇപ്പൊ എന്തിനാ ഡോർ അടിച്ചേക്കുന്നേ? ആ ഡോർ തുറക്കേ. ആദ്യം ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം പറ, എന്നിട്ട് ഡോറ് തുറക്കണോ വേണ്ടെന്നേ ഞാൻ തീരുമാനിച്ചോളാം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒന്നും തന്നെ ഇല്ല. ഡോർ ഒന്ന് തുറക്ക് ജിം. അതിന് നിന്നോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞോ? ഞാൻ ചോദിക്കുന്നതിന്റെ ഉത്തരം മാത്രം പറഞ്ഞേച്ചാ മതി. എന്ത്? ഇനി എന്താ ചോദിക്കാനുള്ളേ? നീ തേജനോട് എന്താ സംസാരിച്ചേ? അത് പിന്നെ ഞാൻ പലതും സംസാരിക്കും. അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? ഇടി സംസാരിച്ചോണ്ടിരിക്കുമ്പോ എങ്ങോട്ടാ എണീച്ചു പോണേ? ജിം, നീ എന്തായി കാണിക്കുന്നേ? കൈയൊന്ന് വിട് ജിം. വിടാനാ പറഞ്ഞേ. ഞാൻ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന കേട്ടില്ലേ? പിന്നെ പകുതിക്ക് വെച്ച് നീ ഇതങ്ങോട്ട് എണീച്ചു പോണേ? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയാ മതി. നീ തേജനോട് എന്താ സംസാരിച്ചേ? അത് പിന്നെ മാരേജിന് തിരക്ക് കാരണം എന്നോട് സംസാരിക്കാൻ പറ്റിയില്ല. ഇന്ന് എന്നെ കണ്ട് വിഷ് ചെയ്തിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് പോന്ന് വിചാരിച്ചു വന്നതാ. അതാ അതിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഓഹോ, അല്ല നീ അവളോട് എന്താ സംസാരിച്ചേ? ഞാനെന്ത് സംസാരിച്ചേ? അല്ല അവക്ക് എന്തോ വാക്കൊക്കെ കൊടുക്കുന്ന കേട്ടല്ലോ. അത് പിന്നെ പറയടി, നിന്നോട് ചോദിക്കുന്നേ. അവക്ക് എന്ത് വാക്കാ നീ കൊടുത്തേ? എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാ നമ്മള് പിരിയാനല്ലേ പോകുന്നേ. അപ്പൊ പിന്നെ അയിനെ ചോദിച്ച കേട്ടില്ലേ? അയിനെ അത് പിന്നെ എങ്ങനെയും നമ്മള് പിരിഞ്ഞു കഴിഞ്ഞാ പിന്നെ തേജനെയാണല്ലോ വിവാഹം കഴിക്കാൻ പോണേ. ആഹാ, പിന്നെ അതുകൊണ്ട് ഞാൻ അവക്ക് വാക്ക് കൊടുത്തതാ. ഇനിയിപ്പോ ഞാൻ നിങ്ങളെ കെട്ടിയെന്ന് പറഞ്ഞ് അവക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിലോ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലോ മാറിക്കോട്ടെന്ന് കരുതി. ഓഹോ, അപ്പോ നീ അത്രയ്ക്കും നല്ലവളാ? ചോദിച്ച കേട്ടില്ലേടി, അപ്പൊ നീ അത്രയ്ക്കും നല്ലവളാണോന്ന്? ഞാൻ നല്ലവളാണോ ചീത്തവളാണോന്നൊന്നും എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ കാരണല്ലേ നിങ്ങളുടെ ലൈഫ് തകർന്നേ. അപ്പൊ ഞാനായിട്ടത്. ഓഹോ, അല്ല അതൊക്കെ പോട്ടെ. എന്റെ ലൈഫിൽ തീരുമാനം എടുക്കാൻ നീ ആരാ? ചോദിച്ച കേട്ടില്ലേ? എന്റെ ലൈഫിൽ തീരുമാനം എടുക്കാൻ നീ ആരാന്ന്? അത് പിന്നെ എന്തേ ഉത്തരയില്ലല്ലോ? ഇനി മേലാല് എന്റെ പേരും വെച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും വാക്ക് കൊടുക്കുന്ന കാണട്ടെ. ഈ ജിം ആരാന്നേ നീ തികച്ചറിയും ലൂസി. ഞാൻ എന്താടി കടലിൽ വിൽക്കാൻ വെച്ച പാവയോ? കണ്ടവര് വന്ന് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങ് എടുത്തു കൊടുക്കാനേ. ദേ, ഇന്നലെ പറഞ്ഞു തന്നെയാ ഞാൻ ഇന്നും പറയണേ. ഈ ജിമ്മിന്റെ ലൈഫിലൊരു പെണ്ണുണ്ടെങ്കിലേ അത് ഈ ലൂസി മാത്രമായിരിക്കും. സ്നേഹോ വെറുപ്പോ എന്ത് തന്നെ വന്നാലും എന്റെ ലൈഫിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്ര. അത് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റത്തില്ല. മനസ്സിലായോ? പിന്നെ ഞാനും നീയും തമ്മില് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഈ റൂമിൽ വെച്ച് മാത്രമായിരിക്കണം. അല്ലാതെ ഈ പ്രശ്നമൊക്കെ പുറത്ത് കൊണ്ടുപോണെന്ന് വിചാരിച്ച ജിമ്മിന്റെ വേറൊരു മുഖം നീ കാണും. മനസ്സിലായോ? എടി, നിന്നോടാ ചോദിക്കുന്നേ, മനസ്സിലായോന്ന്? മനസ്സിലായി. നീയും ഞാനും തെറ്റി പിരിഞ്ഞു നിക്കണതേ തേജയോ ബാക്കിയുള്ളവരോ ആരെങ്കിലും അറിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ ലൂസി, ഞാൻ പറഞ്ഞ പോലെ എന്റെ വേറൊരു മുഖം നീ കാണും. പക്ഷേ ഇതൊക്കെ എന്തിനെ? എന്തിനാ ഡ്രാമയുടെ ആവശ്യം? എല്ലാവർക്കും അറിയില്ലേ? പിന്നെ എന്തിനാ? എന്തെല്ലാവർക്കും അറിയാന്നേ? ആർക്കും അറിയാന്നോ നീ പറയുന്നേ? ദേ, ഞാൻ നിന്നോട് ഇപ്പോഴും പറയുവാ, ഈ റൂമിന്റെ ഉള്ളിൽ മാത്രം നീ ലൂസി. ഈ റൂമിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാ ജിമിൻ ഓബ്രൈന്റെ വൈഫാ. അത് നീ മറക്കണ്ട. പിന്നെ എനിക്ക് നിന്നോട് വെറുപ്പും ദേഷ്യമൊക്കെ ഉള്ളത് സത്യാ. അത് കരുതി ഒരു ഹസ്ബൻഡായിട്ട് ഞാൻ ചെയ്യേണ്ട കടമ ഞാൻ ചെയ്യാണ്ടൊന്നും ഇരിക്കത്തില്ല. അത് കരുതി ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പിണ്ണാക്കൊണ്ട് ചെയ്യാന്ന് നീ വെറുതെ മനസ്സിൽ ഓരോ കൊട്ടാരം പണിയാൻ നിക്കണ്ട. ഇതുവരെ പണിഞ്ഞതൊക്കെ തകർത്ത് തന്നെ മതി. പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? പിന്നെന്താ? ഞാൻ പറഞ്ഞു തീർന്നില്ല. ഇനി എന്താ പറയാനുള്ളത്? പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? പിന്നെന്താ? ലൂസി, ഇപ്പോഴും പറയാ, ജിമിനും ലൂസിയുള്ള പ്രശ്നം അത് ഈ 4 ചുമരിന്റെ ഉള്ളിലായിരിക്കണം. അല്ലാതെ ഇപ്പൊ തേജക്ക് വാക്ക് കൊടുത്ത മാതിരി എല്ലാരോടും ഓരോന്നും പറഞ്ഞ് വിളമ്പാൻ നിന്ന് കഴിഞ്ഞാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്ന വരത്തില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കാര്യത്തില് ഇനി ഞാൻ ഇടപെടത്തില്ല. അല്ലെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ ആരാ? അറിയാലോ, ആ ബോധമുണ്ടല്ലോ. ഇനി മേലാല് എന്നോട് ചോദിക്കാണ്ട് എന്റെ ഒരു കാര്യത്തിൽ ഇടപെട്ട് പോരുത്, പറഞ്ഞേക്കാം.